പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ സ്തോത്രം തിരുവചനവുമായിട്ട് നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരവസരം കൂടെ ഇളയവന് നൽകിയ വലിയവനാകുന്ന കർത്താവിൻ്റെ കരുണയും കൃപയും ഓർത്ത് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ സംഘാടകരായിരിക്കുന്ന JCNDSTയുടെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ, ദൈവവചനം സംസാരിക്കുന്ന ദൈവദാസന്മാർ, മറ്റ് സംഘാടകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും പ്രാരംഭമായി അറിയിക്കുന്നു. വചനം ശ്രവിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മുടെ ഏറ്റവും സമീപമായിരിക്കുന്നു എന്നത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയുവാൻ കഴിയുന്ന കാര്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവിനായിട്ട് നാം എപ്പോഴും ഒരുക്കമുള്ളവരായി കാണപ്പെടേണ്ടതും ആവശ്യമാണ്. ഒരുങ്ങിയിരിക്കുന്നവരെ ചേർക്കുവാനായിട്ടാണ് പരിശുദ്ധ കർത്താവ് കടന്നു വരുവാൻ പോകുന്നത് എന്നും തിരുവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരുക്കം തികവുള്ളതായിരിക്കണം. ദൈവവചനത്തിൻ്റെ വസ്തുതകളെ നാം വേണ്ട വിധത്തിൽ തിരിച്ചറിഞ്ഞ് സത്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവും വിശ്വാസവും നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ല എങ്കിൽ അത് നമുക്ക് സ്തോത്രം ദുഃഖത്തിനും ക്ലേശത്തിനും ഇടയാക്കുന്ന ഒരു അനുഭവമായി തീരുമെന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകൾക്ക് ഒത്തവണ്ണം നമ്മുടെ ആരാധ്യനായിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തമായി നിൽക്കുവാൻ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നു. വൈകിയ സമയത്ത് അല്പസമയം മാറ്റമില്ലാത്ത വചനം നിങ്ങളോട് സംസാരിക്കുവാൻ ഇടവന് സ്വർഗത്തിലെ ദൈവം അവസരം തന്നതുകൊണ്ട് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 22 എപ്പിസോഡുകളിൽ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. സ്തോത്രം. എന്നാൽ ഇക്കഴിഞ്ഞ 2 ആഴ്ചകൾ സ്തോത്രമേളയവന് വചനവുമായിട്ട് കടന്നു വരുവാൻ കഴിഞ്ഞില്ല. ചില സാങ്കേതിക കാരണങ്ങൾ ഉണ്ടായിരുന്നു. വീണ്ടും തിരുവചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം ഇളയവന് നൽകുന്ന ചില ആലോചനകൾ അറിയിക്കുവാനായിട്ട് ഇളയവനെ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നത് കൊണ്ട് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയത്തിൻ്റെ 23ാമത് ഭാഗം നാം ഇന്ന് ചിന്തിക്കുകയാണ്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും അവൻ്റെ മനുഷ്യത്വവും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ പഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു അവൻ്റെ മനുഷ്യത്വത്തിൽ അനേകം പദവികൾ വഹിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തിരുവചനത്തിൽ പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. അതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ കൂടെ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇന്ന് പകൽക്കാലം ഈ വൈകിയ സമയത്ത് ഇടയവനെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യനാളുകളായതിനാൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ വസ്തുതകൾ നാം വ്യക്തമായി തിരിച്ചറിഞ്ഞ് നാം സേവിക്കുന്നവനായ ദൈവം ആരാണെന്നും അവൻ്റെ പ്രവർത്തന മഹത്വം എന്താണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ സന്നിധിയിലായിരിക്കുവാൻ കഴിയുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ ജീവിതം ധന്യമായി തീരുവാനിടയാകും. ഇല്ല എങ്കിൽ പരാജയപ്പെട്ടു പോകുവാനിടയായി തീരുമെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് സ്തോത്രം, നാം സേവിക്കുന്നവനായ കർത്താവിനെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രാർത്ഥനയോടെ വചനം ശ്രവിക്കുവാനായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 32, 33, 34 വേദഭാഗങ്ങൾ നാം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജനത്തോട് പറഞ്ഞത്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ സകലരെയും എങ്കലേക്ക് ഞാൻ ആകർഷിക്കും എന്ന് അവരോട് ഉത്തരം പറഞ്ഞതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞത് അത്രേ. പുരുഷാരം അവനോട്, ക്രിസ്തു എന്നേക്കും ഇരിക്കും എന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു. പിന്നെ പുത്രൻ ഉയർത്തപ്പെടേണ്ടത് എന്ന് നീ പറയുന്നത് എങ്ങനെ? ഈ മനുഷ്യപുത്രൻ ആർ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ അരുമനാഥനായ കർത്താവ് ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുമെന്നും ഉയർത്തപ്പെട്ട ശേഷം സകലരെയും തങ്കലേക്ക് ആകർഷിക്കുമെന്നും കർത്താവ് പറയുവാനിടയായി തീർന്നു. കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റാൽ ആത്മാവായി താൻ ലോകത്തിലേക്ക് കടന്നു വരികയും പരിശുദ്ധാത്മാവ് സകലരെയും തങ്കലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് കർത്താവ് പുരുഷാരത്തോട് സംസാരിക്കുവാനിടയായി തീർന്നത്. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞത് അത്രയെന്നും നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ പുരുഷാരം അവനോട് ചോദിച്ചത്, ക്രിസ്തു എന്നേക്കും ഇരിക്കുമെന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു. പിന്നെ പുത്രൻ ഉയർത്തപ്പെടേണ്ടത് എന്ന് നീ പറയുന്നത് എങ്ങനെ? ഈ മനുഷ്യപുത്രൻ ആർ എന്ന് ചോദിച്ചു. മനുഷ്യപുത്രൻ ആർ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതിനും യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും അവൻ്റെ ദൈവത്വവുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചും നാം തിരിച്ചറിയേണ്ടതിന് വേണ്ടിയാണ് നാം ഇന്ന് പകൽക്കാലം ഈ വൈകിയ സമയത്ത് നാം വചനത്തിലൂടെ ചിന്തിക്കുവാനിടയായി തീർന്നത്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ളതായ ചില വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പിക്കുവാൻ കഴിയുന്നവനാർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇവിടെ തിരുവചന ഭാഗം നമുക്കറിയാം. കർത്താവ് ഒരു ഭവനത്തിലിരിക്കുമ്പോൾ പക്ഷപാത രോഗിയെ ചില ആടുകൾ ചേർന്ന് കിടക്കയോടെ എടുത്ത് കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയും കർത്താവ് ഇവരെ ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ട് അവനോട് പറഞ്ഞത്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് കർത്താവ് അവനോട് പറയുമ്പോൾ കേട്ടുനിന്നതായ ശാസ്ത്രിമാർ, ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നവനാർ
എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് നമുക്ക് ഇവിടെ വായിക്കുവാൻ കഴിയുന്നത്. ഇവരുടെ ഹൃദയത്തിലെ ചിന്തകളും ഹൃദയത്തിലെ നിലവുകളും നിരൂപണങ്ങളും കർത്താവ് മനസ്സിലാക്കുവാനിടയായി തീർന്നു. സകല ഹൃദയങ്ങളെ, അതിൻ്റെ ആഴങ്ങളെയും നിലവുകളെയും നിരൂപണങ്ങളെയും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും എല്ലാം ആരാഞ്ഞറിയുന്നവൻ സർവശക്തനായ ദൈവമാണെന്ന് നമുക്കറിയാം. യേശു ക്രിസ്തു ആ വിധത്തിൽ ഈ ശാസ്ത്രിമാരുടെ ഹൃദയത്തിലെ ചിന്തകൾ ഗ്രഹിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അതിന് കർത്താവ് അവരോട് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഹൃദയത്തിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്നവരോട് ചോദിച്ചു. അവര് കാര്യത്തിൽ മറുപടിയൊന്നും സംസാരിക്കാതിരിക്കുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞത്, എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, പക്ഷപാത രോഗിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ നിനക്ക് രോഗം സൗഖ്യമായിരിക്കുന്നു, നീ സൗഖ്യമുള്ളവനായി ഭവനത്തിലേക്ക് കടന്നു പോകുക എന്ന് കർത്താവ് അവനോട് പറഞ്ഞില്ല. അവനോട് പറഞ്ഞത് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവൻ ഇത്തരത്തിലൊരു രോഗിയായി തീരുവാനുള്ളതായ കാരണം അവൻ്റെ പാപമാണെന്ന് വ്യക്തമാക്കുകയാണ് കർത്താവ് ചെയ്തത്. അത്തരത്തിൽ കർത്താവ് സംസാരിക്കുമ്പോൾ ഈ ശാസ്ത്രിമാർ ഉള്ളത്തിൽ ചിന്തിക്കുകയാണ്, എടാ ഇവൻ ദൈവദൂഷണം പറയുകയാണ്, പാപങ്ങൾ മോചിക്കുവാൻ ദൈവം ഒരുവനല്ലാതെ മറ്റൊരുത്തനും അധികാരമില്ലാതിരിക്കെ ഇവൻ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ എന്നവർ ഉള്ളത്തിൽ ചിന്തിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. എന്നാൽ അവരുടെ ഉള്ളത്തിൽ ചിന്തിക്കുന്നത് ഇന്നതെന്ന് യേശു ഹൃദയത്തിൽ ഗ്രഹിച്ചിട്ട് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ ശേഷം, പക്ഷപാതക്കാരനോടോ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. ഉടനെ കർത്താവ് പിന്നീട് സംസാരിച്ച്, എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് കൽപ്പിച്ചു. പ്രിയമുള്ള ദൈവമക്കളെ, വാസ്തവമായിട്ടും പാപങ്ങളെ മോചിപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമല്ലാതെ മറ്റാർക്കും കഴിയുന്നതല്ല. സ്തോത്രം. എന്നാൽ യേശു പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ദൈവദൂഷണമായിട്ടാണ് അവർക്ക് തോന്നിയതെങ്കിലും അവൻ ദൈവദൂഷണമല്ല പറഞ്ഞത്. അവൻ വാസ്തവമായും സർവശക്തനായ ദൈവമായിരുന്നത് കൊണ്ടും അവൻ അത് ചെയ്യുവാനുള്ളതായ അധികാരമുണ്ടായിരുന്നത് കൊണ്ടുമാണ് അവൻ പക്ഷപാത രോഗിയോട് നിന്റെ കിടക്ക എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുക എന്ന് കൽപ്പിക്കുവാനിടയായി തീർന്നത്. അവൻ ദൈവമായിരുന്നത് കൊണ്ടും രോഗത്തിന്മേലും ദീനത്തിന്മേലും സകല പാപത്തിന്മേലും അവന് അധികാരമുണ്ടായിരുന്നത് കൊണ്ടും ഉടനെ തന്നെ അവൻ എഴുന്നേറ്റ് കിടക്ക എടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും നാം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോ സംശയങ്ങൾ പലതും ഉളവാക്കിയെങ്കിലും
ദൈവപ്രവൃത്തി അവർ മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെ ഒരു നാളും ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ മഹത്വപ്പെടുത്തിയത് ദൈവത്തെയാണ്. എന്ന് പറഞ്ഞാൽ പാപങ്ങളെ മോചിക്കുവാൻ ദൈവത്തിനാണ് അധികാരം. അത് ചെയ്യുവാനിടയായി തീർന്നത് അവൻ ദൈവമായതുകൊണ്ടും പാപത്തിന്മേലും രോഗത്തിന്മേലും സകല ശാപത്തിന്മേലും തനിക്ക് പൂർണ്ണ അധികാരമുണ്ടായിരുന്നത് കൊണ്ട് തൻ്റെ അധികാരം ഉപയോഗിച്ച് തനത് ചെയ്യുവാനിടയായി തീർന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പാപമോചനം കൊടുക്കുന്ന ഇവൻ ആരാണ് എന്ന് നാം അറിയേണ്ടതും ആവശ്യമാണ്. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 6 മുതലുള്ളതായ ചില വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ട് ഉടനെ അവൻ അതിൽ കയറിയിരുന്നു. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ച് മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പുകൾ വെട്ടി വഴിയിൽ വിതറി മുന്നും പിന്നും നടന്നു പുരുഷാരം ദാവീദ് പുത്രന് ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്ത് കടന്നു പോകുന്ന അവസരത്തിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുക. അവിടെ ആരും ഒരു നാളും കയറിയിട്ടില്ലാത്ത കഴുതയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. അതിനെ അഴിച്ചുകൊണ്ട് വരേണം. ആരെങ്കിലും നിങ്ങളോട് എന്തിനാണ് ഇതിനെ അഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവയെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറയുക എന്നും കൽപ്പിച്ച് അവരെ അയക്കുകയാണ്. ഉടനെ ശിഷ്യന്മാർ കടന്നു ചെന്ന് കർത്താവ് പറഞ്ഞതുപോലെ കഴുതയെയും അതിൻ്റെ കുട്ടിയെയും അഴിച്ചു കൊണ്ടുവന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത്. തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ട് ഉടനെ കർത്താവ് അതിന്മേൽ കയറിയിരുന്നു എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചുകൊണ്ട് മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പുകൾ വെട്ടി വഴിയിൽ വിതറി മുൻപിലും പിൻപിലും നടന്നു പുരുഷാരൻ ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോ ദാവീദ് പുത്രൻ ഹോശന്ന എന്ന് പറയുമ്പോൾ ദാവീദിന്റെ പുത്രനായിട്ട് ലോകത്തിൽ വെളിപ്പെട്ടു വന്ന കർത്താവിന് ഹോശന്ന പാടുകയാണ് അവർ ചെയ്യുന്നത്. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ, ഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അവൻ യെരൂശലേമിലേക്ക് കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി ഇവൻ ആർ എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു ഇവൻ ഗലീലയിലെ നസറേത്തിൽ നിന്നുള്ള പ്രവാചകനായി യേശു എന്ന് പുരുഷാരം പറഞ്ഞു എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു പ്രവാചകനാണെന്നോ ഒരു മനുഷ്യനാണെന്നോ ഒക്കെ അവർക്ക് അവനെക്കുറിച്ച് തോന്നുവാനിടയായി തീർന്നു. എങ്കിലും യഥാർത്ഥത്തിൽ അവൻ സാക്ഷാൽ ദൈവമാണ് എന്ന് ഈ വേദഭാഗത്തിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. പുരുഷാരം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് ഹോശന്ന പാടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം.
സെക്കറിയാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കാം, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതിയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. സ്തോത്രം. പരിശുദ്ധനായ കർത്താവ് ഈ ലോകത്തിലേക്ക് വരുന്നതിന് അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സെക്കറിയാവ് കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രവചിച്ചതായിട്ട് നമുക്ക് പുസ്തകത്തിൽ കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. സെക്കറിയാവ് എങ്ങനെയാണ് പറഞ്ഞത്? സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. ഇസ്രായേലിന്റെ രാജാവാണല്ലോ കർത്താവ്. സ്തോത്രം. അവൻ അവരുടെ അടുക്കലേക്ക് കടന്നു വരുന്നതിനെ സംബന്ധിച്ച് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. പിന്നീട് അവന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞത്, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് നീതിമാനാണ്, ലോകത്തെ ജയിച്ച ജയാളിയാണ്. അവൻ സ്തോത്രം ഏറ്റവും താഴ്മ ധരിച്ചവനാണ്. തന്നെത്താൻ സകലത്തിലും താഴ്ത്തി എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു എന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞ കാര്യത്തിന് നിവർത്തി വരുവാനിടയായി തീർന്നു എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അതിൻ്റെ അടുത്ത ഭാഗം വായിക്കുന്നത്, ഇസ്രായേലിന്റെ രാജാവായവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത് കയറി യെരൂശലേമിലേക്ക് വരുന്നു എന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാവുവാൻ ഇതിടയായി തീർന്നു എന്ന്, ഇങ്ങനെ സംഭവിച്ചു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഇസ്രായേലിന്റെ രാജാവായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് സ്തോത്രം താൻ യെരൂശലേമിലേക്ക് കഴുതപ്പുറത്ത് കയറി വരുമെന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനിലൂടെ കർത്താവ് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. അതിവിടെ സംഭവിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പല നിലകളിലുള്ളതായ വ്യാജ പ്രചരണങ്ങളും വ്യാജ ഉപദേശങ്ങളും ഒക്കെ ലോകത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത് അന്ത്യകാലമാണല്ലോ. അതെല്ലാം ശത്രുവിന്റെ തന്ത്രങ്ങളിൽപ്പെട്ട പ്രവൃത്തികളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവൻ ഒരു മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു എന്നത് വസ്തുതയാണെങ്കിലും അവൻ സാക്ഷാൽ സർവശക്തനായ ദൈവമായിരുന്നു എന്ന് തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. നമ്മുടെ കർത്താവിന് ഇരുവിധ സ്വഭാവങ്ങൾ ഉള്ളതിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അവൻ സാക്ഷാൽ ദൈവവും ഒരു പൂർണ്ണ മനുഷ്യനുമായിട്ടാണ് ലോകത്തിൽ കടന്നു വരുവാനിടയായി തീർന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അവന്റെ ദൈവത്വത്തെ സംബന്ധിച്ചും അവന്റെ മനുഷ്യത്വത്തെ സംബന്ധിച്ചും വളരെ വ്യക്തമായിട്ട് നാം അറിയേണ്ടതും ആവശ്യമാണ് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. കർത്താവും തന്റെ ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റിനും കടലിന് ഇളക്കമുണ്ടായി കടൽ ക്ഷോഭിക്കുവാൻ കാരണമായി. തങ്ങൾ സഞ്ചരിച്ചതായ പടക് നിയന്ത്രണാതീതമാകുകയും
തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് പടക് പ്രതികൂല കാലാവസ്ഥയിൽ വളരെ ഭയാനകമാകുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ പടകിനെ ആഞ്ഞു തുഴഞ്ഞുകൊണ്ട് അതിനെ നിയന്ത്രിച്ച് കരയടിപ്പിക്കുവാനായിട്ട് പലവട്ടം ശ്രമിച്ചു. എന്നാൽ ശിഷ്യന്മാരുടെ നിയന്ത്രണത്തിൽ പടകിനെ കൊണ്ടുപോകുവാനായിട്ട് കഴിയാതെ വന്നപ്പോൾ ഒടുവിൽ അവർ കർത്താവിനെ ഉണർത്തി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നവൻ അമരത്തിൽ തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു എന്നും വചനത്തിൽ പഠിക്കുവാൻ കഴിയുന്നു. അവനെ ഉണർത്തിയ ഉടനെ അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചതായിട്ടും കാറ്റും കടലും ശാന്തമായി പടക് കരയടുത്തു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടും വചനത്തിലൂടെ പഠിക്കുവാനായിട്ട് കഴിയുന്നു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് അവിടെ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർ തമ്മിൽ പറയുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തു എന്നും വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കാറ്റിനെയും കടലിനെയും പ്രതികൂല കാലാവസ്ഥയിൽ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനായ ദൈവം അവന്റെ മനുഷ്യത്വത്തിൽ പടകിന്റെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുവാനിടയായി തീർന്നു എങ്കിലും അവന്റെ ദൈവത്വം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ കാറ്റും കടലും അടങ്ങി വളരെ ശാന്തതയുണ്ടായി എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, അവൻ യഥാർത്ഥമായി ദൈവവും ഒരു പൂർണ്ണ മനുഷ്യനുമാകുന്നു എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ചിലരൊക്കെ അതിനെ അവിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ദൈവത്വത്തെ നിരാകരിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് ഭൂമിയിലുണ്ട്, ക്രൈസ്തവ സമൂഹത്തിൽ. എന്നാൽ സത്യം അറിഞ്ഞ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് നിത്യതയിൽ പങ്കാളിത്തം വഹിക്കുവാൻ കഴിയുന്നത് എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വ്യാജമാർഗത്തിൽ കടന്നു പോകാതെ വാസ്തവമായതിനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ദൈവം ആരാണെന്ന് വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി അവനെ വിശ്വസിച്ച് അവനെ പിൻപറ്റുന്നു എങ്കിൽ തീർച്ചയായിട്ടും നാം അവൻ്റെ രാജ്യത്തിൽ പങ്കാളികളായി തീരുകയും നിത്യമായ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്യുമെന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ബഥാന്യയിലെ ലാസറായ തൻ്റെ സഹോദരൻ മരണശയ്യയിലായിരുന്നു, അത്യാസന്ന നിലയിലായിരുന്നപ്പോഴും ലാസർ വളരെ അത്യാസന്നമാകുന്ന സാഹചര്യത്തിലാകുന്നു എന്ന വിഷയം സ്വർഗത്തിലെ ദൈവം അറിഞ്ഞിട്ടും അവൻ്റെ അടുക്കലേക്ക് കടന്നു പോകാതെ ചില ദിവസങ്ങൾ കൂടെ ചിലവിട്ടു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ലാസർ മരിച്ച ശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് ബഥാനിയയിലേക്ക് പോകാം, നമ്മുടെ സഹോദരനായ ലാസർ നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞത്, അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് സ്പഷ്ടമായി പറഞ്ഞു, അവൻ മരിച്ചുപോയി. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നു, കാരണം നിങ്ങൾ യഥാർത്ഥ ദൈവത്തെ വിശ്വസിക്കുവാനിടയായി തീരുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് കർത്താവ് അത് പറയുവാനിടയായി തീർന്നത്. അങ്ങനെ അവർ പട്ടണത്തിലേക്ക് കടന്നു. ബഥാന്യ പട്ടണത്തിൽ ചെന്നു. മാർത്ത അവനെ എതിരേറ്റ് കടന്നു വന്നു. മാർത്ത അവനോട് പറഞ്ഞത്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. കർത്താവ് അവളോട് പറഞ്ഞ്, മാർത്തയെ, നീ വിശ്വസിക്കുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പിന്നീട് മറിയയും കടന്നു വന്നു. മറിയയും അതേ അവസ്ഥ തന്നെയാണ് പറഞ്ഞത്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ നിന്റെ സഹോദരൻ ജീവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒടുക്കത്തെ പുനരുദ്ധാനത്തിലുള്ളതായ ജനനത്തെ സംബന്ധിച്ചവർ ചിന്തിക്കുവാനിടയായി തീർന്നു. എന്നാൽ കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെയാണ് പുനരുദ്ധാനവും ജീവനും. കർത്താവ് ഇത് പറഞ്ഞ ശേഷം കല്ലറയുടെ അടുക്കൽ കടന്നു എന്ന്, അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് കല്ലറയുടെ അടുക്കൽ കടന്നു എന്നിട്ട്
സ്തോത്രം. കല്ലറയുടെ മുകളിൽ വച്ചിരുന്ന കല്ല് നീക്കി കളയുവാനായിട്ട് കൂടെ വന്നവരോട് സംസാരിക്കുകയും മറിയ തന്നെ പറഞ്ഞത്, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞപ്പോഴും കർത്താവ് പറഞ്ഞത്, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിച്ചാൽ ദൈവമഹത്വം നിനക്ക് കാണുവാൻ ഇടയായിത്തീരുമെന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. കർത്താവ് ഉറക്കെ വിളിച്ചു പറഞ്ഞത്, ലാസറേ, പുറത്തു വരിക എന്ന് ആജ്ഞാപിക്കുകയാണ്, അഥവാ കൽപ്പിക്കുകയാണ് കർത്താവ് ചെയ്തത്. കർത്താവിനേക്കാൾ വലിയ ഒരാളോട് പ്രാർത്ഥിച്ചതുമൊന്നുമില്ല. ഈ സഹോദരനെ നീ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചതുമൊന്നുമില്ല. അതിന്റെ കാരണം താൻ തന്നെയാണ് സകലത്തിനും അധികാരമുള്ളവനെന്ന് തനിക്കറിയാം. താൻ സർവശക്തനായ ദൈവമാകൊണ്ട് അവൻ ലാസറിനോട് പറഞ്ഞത്, ലാസറെ, പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ കല്ലറയെ ഭേദിച്ചുകൊണ്ട് അവൻ പുറത്തു വന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു എന്ന് കർത്താവ് മുൻകൂട്ടി പറയുവാനിടയായി തീർന്നുവല്ലോ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദം കേട്ട ഉടനെ മരിച്ച 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയ ലാസർ അവൻ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് വരുവാനിടയായി തീർന്നു എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഇവിടെ ഞാൻ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തിയത്, കല്ലറയുടെ അടുക്കൽ കടന്നു എന്ന കർത്താവ് മാർത്തയും മറിയയും മറ്റു കൂടെ വന്ന യഹൂദന്മാരെ കരയുന്നത് കണ്ടിട്ട് കർത്താവും കണ്ണുനീർ വാർത്തു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിൽ അവൻ കരയുവാനിടയായി തീർന്നു എങ്കിൽ അവന്റെ ദൈവത്വം, സ്തോത്രം, ലാസറിനോട് കൽപ്പിക്കുകയാണ്, ലാസറെ, എഴുന്നേറ്റ് വരിക. അവന്റെ വാക്ക് കേട്ട ഉടനെ തന്നെ മരിച്ച് 4-ാം ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയതായ ലാസർ ജീവനോടെ പുറത്തു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ കർത്താവ്, സ്തോത്രം, യഥാർത്ഥമായി ദൈവവും ഒരു പൂർണ്ണ മനുഷ്യനുമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള ചില വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ദൈവത്തിനൊരു രൂപമുണ്ടെങ്കിൽ അത് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. അവൻ ദൈവത്തോട് സമത്വമുള്ളവനായിരുന്നു എങ്കിലും, ദൈവമായിരുന്നു എങ്കിലും അവന്റെ ആ തുല്യത മുറുകെ പിടിക്കാതെ അവൻ മനുഷ്യവേഷമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി ലോകത്തിൽ വരുവാനിടയായി തീർന്നു. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് ദൈവവും അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. യേശുവാണ് യഹോവ, യേശുവാണ് കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയുന്ന ഒരു സമയം വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോ യേശു യഥാർത്ഥ ദൈവമാണെന്നും അവൻ മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നവനാണെന്നും വളരെ വ്യക്തമായിട്ടും തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു.
യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 12-ഉം 13-ഉം വാക്യഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടും വിശ്വസിക്കുവാൻ കഴിയാത്തതായ വ്യക്തികൾ സ്വർഗത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അഥവാ അവർ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയുമെന്ന് കർത്താവ് ചോദിക്കുകയാണ്. അതിൻ്റെ 13-ാമത്തെ വാക്യഭാഗം ഇങ്ങനെ വായിക്കുന്നു: സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായി മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞു. അവൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനാണ്. അപ്പോൾ തന്നെ അവൻ സ്വർഗത്തിൽ ഇരിക്കുന്നവനാണ്. അവനല്ലാതെ മറ്റാരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് അതിൻ്റെ 14-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്: മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ നമ്മുടെ കർത്താവിനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുകയാണ്. അവൻ മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നവനാണ്. എങ്കിലും അവൻ കേവലം ഒരു മനുഷ്യനല്ല, ജഡത്തിൽ വെളിപ്പെട്ടു വന്ന ദൈവമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പഠിക്കുവാൻ കഴിയുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏകനാമം. അതിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ സമയത്ത് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയം തിരുവചനവുമായിട്ട് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയവനെ സഹായിച്ചത് കൊണ്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാരെ ഏവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കേൾവിക്കാരായിരിക്കുന്നവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സകല മഹത്വവും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. തിരുവചനവുമായിട്ട് ചില നിമിഷങ്ങൾ നിന്റെ പാദപീഠത്തിലായിരിക്കുവാൻ ഇടവന് കൃപ നൽകിയതുകൊണ്ട് സ്തോത്രം. സംസാരിക്കപ്പെട്ടതായ വിഷയം അനേകർക്കും അത് പ്രയോജനമായി തീരുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാസ്തവമായി നീ സർവശക്തനായ ദൈവവും ജഡത്തിൽ വെളിപ്പെട്ടു വന്നവനുമാകുന്നു എന്ന് ലോകം അറിയുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്താട്ടെ. തെറ്റിദ്ധാരണകളെ നീക്കി സത്യം ഗ്രഹിച്ച് നിത്യതയ്ക്കായി ജീവിക്കുവാൻ സകലരെ ഒരുക്കിക്കൊള്ളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. കർത്താവിന്റെ ദാസന്മാരെ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം.